കുറ്റസമ്മതം സിപിഎമ്മിനെ രക്ഷിക്കാനോ? പെരിയ ഇരട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായ പീതാംബരനെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കോടതി അംഗീകരിച്ചു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. എന്തായാലും ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പീതാംബരനെ ഹാജരാക്കിയത്. ഇതിനു മുൻപേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് പോലീസ് തെളിവെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. താൻ തന്നെയാണ് കൊലപാതകം നടത്തിയത്, മുൻവൈരാഗ്യം കാരണമാണ് കൊലപാതകം നടത്തിയത് എന്നീ പ്രസ്താവനകളാണ് പീതാംബരന്റെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ ഉണ്ടായത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണല്ലോ. അതെ അമീന, 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ പങ്കാളികളായിട്ടുണ്ട്, അവർ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, ഇതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 7 ദിവസത്തെ കസ്റ്റഡി ഏറ്റവും ഭീകരമായ ഒരു കൃത്യമാണ് നടന്നിരിക്കുന്നത് എന്ന് കോടതി ഇത് സംബന്ധിച്ചൊരു പരാമർശം നടത്തി. അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറ്റവാളികളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. മാത്രവുമല്ല, പ്രതിഭാഗം 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയെ എതിർക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹോസ്ദുർഗിലെ 1-ാം നമ്പർ കോടതിയാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഈ പ്രതിയെ യാതൊരു തരത്തിലുള്ള ശാരീരിക പീഡനത്തിനോ മാനസിക പീഡനത്തിനോ വിധേയമാക്കരുത് എന്ന് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ഇദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഇടവിട്ട് വിധേയമാക്കണം. ഈ വൈദ്യപരിശോധന റിപ്പോർട്ടുകൾ പിന്നീട് കോടതിയിൽ സമർപ്പിക്കുകയും വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാതൊരു തരത്തിലും പ്രതിക്ക് ശാരീരികമായ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകരുതെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമീന, 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള നടപടികൾ എന്താണ്? കൂടുതൽ തെളിവെടുപ്പിനുള്ള സാധ്യതയല്ലേ മുന്നിൽ കാണുന്നത്? അമിത, ഈ പ്രതിയെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സാഹചര്യത്തിൽ ഇനി കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തും. കാരണം ഇതിലിപ്പോൾ ഒരു വടിവാളും അതുപോലെ തന്നെ 2 ആയുധങ്ങളുമാണ്, മറ്റ് ദണ്ഡുകളുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. പോലീസ് ഇത്രയും ആയുധങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും ആയുധങ്ങൾ എത്തണം. അതിൽ കൂടുതൽ ആയുധങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പ്രതിക്ക് ലഭിച്ചിട്ടുള്ള സഹായം, ആരൊക്കെയാണ് ഇതിന് പ്രതിയെ സഹായിച്ചിട്ടുള്ളത് എന്ന കാര്യം ഒക്കെ പോലീസിന് അന്വേഷിക്കാനുള്ള ഒരു സാവകാശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ 7 ദിവസത്തെ കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ യാതൊരു തരത്തിലുള്ള കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ പീതാംബരനെ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പോലീസിന്റെ ആവശ്യം അംഗീകരിച്ച് 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കോടതി ഇത് അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സാഹചര്യത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തും. വടിവാളുകളും ഇരുമ്പുദണ്ടും മൊബൈൽ ഫോണും മാത്രമാണ് ഇതുവരെ കണ്ടെടുക്കാനായത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്ന പോലീസിന്റെ ആവശ്യം മാനിച്ചാണ് കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ പീതാംബരനെ വിട്ടു നൽകിയത്. നേരത്തെ പീതാംബരനെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. താൻ തന്നെയാണ് കൊലപാതകം ചെയ്തത്, വ്യക്തിവൈരാഗ്യം മൂലമാണ് കൊലപാതകം ചെയ്തത് എന്നീ പ്രസ്താവനകളാണ് പീതാംബരൻ പോലീസിനോട് നടത്തിയത്. എന്തായാലും 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായ പീതാംബരനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മനു ഭരത് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു, തുടരാം.
ആമിന, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹോസ്ദുർഗ് കോടതിയിലാണ്. കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചില ഒപ്പുകൾ കൂടി ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഇടേണ്ടതുണ്ട്. അത് ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. കൂട്ടുപ്രതികൾ ആരൊക്കെ എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ അന്വേഷണം നടത്തുന്നതിനാണ് ഇത്തരം ഒരു 7 ദിവസമായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം ഈ 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഈ കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. തൻ്റെ രാഷ്ട്രീയമായി തനിക്ക് വിയോജിപ്പുള്ള അല്ലെങ്കിൽ എതിരാളിയായുള്ള വ്യക്തി, രാഷ്ട്രീയമായി എതിർപ്പുള്ള ആളുകളെയാണ് അദ്ദേഹം വധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുറ്റകൃത്യത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് ഈ പോലീസിൻ്റെ നിലപാട്. ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഈ തരത്തിൽ ഒരു 7 ദിവസത്തെ കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു വളരെ കൗതുകകരമായൊരു കാര്യം, പ്രതിഭാഗം ഇതിനെ യാതൊരു തരത്തിലും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പ്രതിഭാഗം 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യത്തെ എതിർക്കുകയോ അത് അനുവദിക്കരുത് എന്ന് സാധാരണഗതിയിൽ അത്രയും കാലത്തെ കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. 7 ദിവസത്തെ ഏഴ് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ യാതൊരു തരത്തിലുള്ള എതിർപ്പും തങ്ങൾക്കില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിച്ചാണ് കോടതി ഈ ഉത്തരവ് നൽകിയത്. ഇനി 27-ാം തീയതി വൈകുന്നേരം 5 മണിക്കായിരിക്കണം ഈ പ്രതിയെ, അല്ലെങ്കിൽ അതിന് മുൻപേ ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടപെട്ട് വൈദ്യപരിശോധന നടത്തണം. യാതൊരു തരത്തിലുള്ള മാനസികമോ ശാരീരികമോ ആക്രമണം പ്രതിക്ക് നേരെ ഉണ്ടാകരുത്. അത് ഉറപ്പിക്കാനാണ് ഇത്തരത്തിലൊരു വൈദ്യപരിശോധനയുടെ ആവശ്യം എന്ന് കോടതി തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വൈദ്യപരിശോധന റിപ്പോർട്ടുകൾ പിന്നീട് കോടതിയിൽ സമർപ്പിക്കുകയും വേണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇനി ഈ പ്രതിയെ തിരിച്ചു കൊണ്ടുപോയി നാളെ തൊട്ട് തെളിവെടുപ്പ് നടത്താൻ പോലീസിനാകും. മാത്രമല്ല ഇനി ബാക്കിയുള്ള പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികൾക്കും ഈ പീതാംബരനും തമ്മിൽ ഏതൊക്കെ തരത്തിലാണ് ഗൂഢാലോചനകൾ നടന്നിട്ടുള്ളത്, അതിൻ്റെ കുറ്റകൃത്യം നടത്തുന്നതിൻ്റെ സ്വഭാവവും പങ്കും എന്താണ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണമാണ് ഇനി പോലീസ് നടത്തേണ്ടത്. ഏതായാലും പോലീസിൻ്റെ ഈ 7 ദിവസത്തെ കസ്റ്റഡി വേണം എന്ന ആ വിഷയത്തിൽ ഇരുഭാഗത്തിൻ്റെയും വാദം കേട്ട സ്ഥിതിക്ക് ഇനി അത് 7 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കുന്നതിൽ തെറ്റില്ല എന്ന് വ്യക്തമാക്കിയതായി ഹോസ്ദുർഗ് ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ പീതാംബരനെ തിരിച്ച് പെരിയ ഇരട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായ പീതാംബരനെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ പാർട്ടിയെ രക്ഷിക്കാൻ സ്വയം കുറ്റമേറ്റെടുത്ത് പീതാംബരൻ. കൊലപാതകം നടത്തിയത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണെന്ന് പീതാംബരൻ മൊഴി നൽകി. കൃത്യം നിർവഹിച്ചത് സുഹൃത്തുക്കളുടെ സഹായത്താലാണെന്നും വാടക കൊലയാളികൾ ഇല്ലെന്നുമാണ് പോലീസിന്റെ പുതിയ നിലപാട്. കാസർകോട്ടെ അതിക്രൂര കൊലപാതകത്തിൽ സംശയം പാർട്ടിയിലേക്ക് നീളാതിരിക്കാനുള്ള മൊഴിയാണ് പീതാംബരൻ നൽകിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം ആസൂത്രണം ചെയ്ത് സ്വയം നടപ്പിലാക്കിയതാണ് കൊലപാതകം എന്നാണ് പീതാംബരന്റെ മൊഴി. ജനുവരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നിട്ടും പാർട്ടി സഹായിച്ചില്ല. ആക്രമണത്തിൽ കൈയൊടിഞ്ഞതിനെ തുടർന്ന് അപമാനിതനായി. ഒരിക്കൽ ആക്രമിച്ചവരെ വീണ്ടും കണ്ടപ്പോൾ തോന്നിയ ദേഷ്യമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. കൃപേഷിന്റെ തലയ്ക്ക് വെട്ടിയെന്ന് പീതാംബരൻ സമ്മതിച്ചതായി അന്വേഷണ സംഘം പറയുന്നു. കൊലപാതകത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പങ്കിന് തെളിവില്ലെന്നാണ് പോലീസ് നിലപാട്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും അവസാനിച്ചു. കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തന രീതിക്ക് സമാനമാണ് പെരിയയിലെ കൊലപാതകവും എന്നായിരുന്നു ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ പോലീസ് പറഞ്ഞിരുന്നത്. പീതാംബരൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതകത്തിൽ കൊട്ടേഷൻ സംഘത്തിന് പങ്കില്ല എന്ന് വിശ്വസിക്കാൻ ഈ നാട് ഒരുക്കമല്ല. അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദമുണ്ടെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കാസർഗോഡ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഉത്തരവാദിത്തം പാർട്ടിക്കെന്ന് പീതാംബരന്റെ കുടുംബം. ഉത്തരവാദിത്തം പീതാംബരൻ ഏറ്റെടുത്തത് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് ഭാര്യ മഞ്ജുവും കുടുംബാംഗങ്ങളും പറഞ്ഞു. പാർട്ടി അറിയാതെ കൊലപാതകം നടക്കില്ല. പീതാംബരന്റെ കൈ ഒടിഞ്ഞതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടിരുന്നു. കൊലപാതകത്തിന് 1 ദിവസം മുൻപാണ് കെട്ടഴിച്ചത്. കൈക്ക് സ്വാധീനമില്ലാത്ത പീതാംബരൻ മറ്റുള്ളവരെ വെട്ടിക്കൊലപ്പെടുത്തില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഒരിക്കലും ഞാനത് വിശ്വസിക്കും ഇല്ല, ഒരിക്കലും കൊല്ലില്ല. എന്താ പറഞ്ഞാൽ ഒരു മുമ്പിന് പോലും ഞാൻ ഇതുവരെ നോവിക്കുന്നത് ഞാൻ കണ്ടിട്ട്. പിന്നെ പിതാന്റെ ആരെങ്കിലും ഗുൽമാലിനെ ഇങ്ങനെ നീക്കിയിട്ട് നിങ്ങൾ അങ്ങനെ തയ്ക്കാൻ പാടില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് പറയുന്നതല്ലാണ്ട് മറ്റേ ഒരു ഇത് അനുഭവം ഞാൻ അനുഭവത്തെ 19 വർഷമായില്ലേ ഞാൻ വന്നിട്ട്, എനിക്കറിയാൻ പറ്റുമല്ലോ ഇല്ല. പക്ഷെ ഇതിപ്പോൾ എല്ലാ കേരളം മൊത്തം പിതാന്റെ പേര് പറയുമ്പോൾ പിന്നെ പാർട്ടിക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇയാൾ തന്നെയായിരിക്കും
ചെയ്തിന്. അതുകൊണ്ടായിരിക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് പറയുന്നത്. ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോലെന്ന് ഞങ്ങൾ ന്യൂസ് വെക്കലില്ല. ഇത് അറിഞ്ഞ പിന്നെ നമുക്ക് ന്യൂസ് വെക്കാൻ തോന്നുക. നമുക്ക് എന്ത് കണ്ടാലും അവർ കുഞ്ഞിനെ മോനെ കൊല്ലും പറയുന്നു, മോളെ കൊല്ലും എന്ന് പറയുന്നു, അമ്മേനെ ഇതാക്കുന്നു. അപ്പം പിന്നെ നമുക്കിനി ഒരനിയനുണ്ട് സുഖമില്ലാത്ത, അവൻ എപ്പോഴും ശ്വാസം മുട്ടും നടുവേദനയാണ്. അവനെ ആശുപത്രിയിലുണ്ടായിട്ട് അവരെ ആരോ സുഹൃത്തുക്കളെ വീട്ടിലുണ്ട്. ഇങ്ങനെ പാർട്ടി ഭയങ്കര സ്നേഹമുള്ള ആളാണോ അച്ഛൻ? പാർട്ടിയോട് അടുത്ത് പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ കൂടി തയ്യാറുള്ള ഒരാള്. നല്ലൊരു പ്രവർത്തനം അച്ഛൻ ഉണ്ടാക്കും. പാർട്ടിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ ഫസ്റ്റ് തന്നെ അച്ഛൻ ഉണ്ടാവും. പരിപാടിയില് നല്ല ഈടില്ല ആരോട് വേണമെങ്കിൽ ചോദിച്ചോ, പാർട്ടിയിൽ അച്ഛന് ചെയ്തോണ്ട് ആരും വരില്ല. ഇനിയിപ്പോ ചെയ്തോ 7 മണിക്ക് സംഭവിച്ചിട്ട് 10 മണി വരെ അങ്ങനെ കരഞ്ഞു. കറണ്ട് പോലും ഉണ്ടായിട്ട് ഇങ്ങനെ അയൽപ്പക്കത്തിലെ ഒരാള് പോലും വന്നിട്ടില്ല. അവര് കയറി ഒരിക്കൽ തന്നെ കൈ ഒടിഞ്ഞു, സ്റ്റീലിട്ട് അതിന്റെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഈ 15-ന് ഇതിന്റെ കൈ അയച്ചതേ ഉള്ളൂ. പ്ലാസ്റ്റർ ഇട്ട് അയച്ചു 17 സംഭവിച്ചു. അങ്ങനെ ഒരാൾക്ക് എന്തായാലും സ്വാഭാവികമാണ് രണ്ടുപേര് കൈ അനക്കാൻ പോലും പറ്റില്ല. മതിയായി വന്നത് എന്റെ മോൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറ്റേറ്റെടുക്കുന്നതിന് എന്റെ മോന്റെ കൈമൊന്നും ഇത് വരില്ല. ഒരാളെ എങ്ങനെ വെട്ടിക്കൊല്ലാൻ മോന്റെ പ്രായമല്ലേ അത് വെട്ടിക്കൊല്ലാൻ കയ്യാ ഓന് കുറ്റം ഏറ്റെടുത്തത്. ഓനെ കുറ്റം ഏറ്റെടുക്കും. പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പീതാംബരന്റെ ഭാര്യയുടെ ആരോപണം തള്ളി കോടിയേരി ബാലകൃഷ്ണൻ. പീതാംബരൻ കേസിൽപ്പെട്ടതിന്റെ വിഷമത്തിലായിരിക്കാം കുടുംബാംഗങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയുന്നത്. പാർട്ടി പറഞ്ഞിട്ടാണ് കൊലപാതകമെന്ന് പീതാംബരൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ കൊലപാതകത്തിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് ആവർത്തിച്ചു. കാസർഗോഡ് നടന്ന ഇരട്ട കൊലപാതകം പൈശാചികവും മനുഷ്യത്വ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമാണെന്ന് VS അച്യുതാനന്ദൻ. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്മൂലനത്തിലൂടെ പരിഹരിക്കുന്നത് CPIMന്റെ രീതിയല്ല. പാർട്ടി അംഗങ്ങളിൽ അത്തരം ചിന്തകൾ ഉണ്ടാകുന്നത് ഗുരുതരമായ വ്യതിയാനമാണ്. അത്തരക്കാരെ CPIMൽ വെച്ചു പൊറപ്പിക്കാനാവില്ല. ഇക്കാര്യം പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിഷ്ഠൂരമായി ഈ കൊലപാതകങ്ങൾ നടത്തിയവർ ആരായാലും നിയമത്തിന്റെ മുന്നിലെത്തുക തന്നെ വേണം. നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കുന്നു എന്നുറപ്പാക്കാൻ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന് കഴിയണമെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. ഇരട്ട കൊലപാതകം പീതാംബരന്റെ മേൽ കെട്ടിവെച്ച് തലയൂരാനാണ് CPM ശ്രമിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. നടന്നത് പ്രാദേശിക തലത്തിലുള്ള കൊലപാതകമല്ല. മുഖ്യമന്ത്രിക്കും കോടിയേരിക്കും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീടുകൾ ഉമ്മൻചാണ്ടി സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. നാദാപുരത്ത് രാഷ്ട്രീയ സംഘർഷം. 2 ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായി. തൂണേരി പുതുക്കുടി താഴെ പൊട്ടിത്തെറിയിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറിച്ചിക്കണ്ടിയിൽ മുജീബിന്റെ മക്കളായ ഫാത്തിമ, നാദിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൂണേരിയിൽ മുസ്ലിം ലീഗ് ഓഫീസിലുണ്ടായ സ്ഫോടനത്തിൽ ജനലുകളും വാതിലുകളും തകർന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഉച്ചയ്ക്ക് 2 വരെ തൂണേരിയിൽ ലീഗ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം DYFI സംഘാടക സമിതി ഓഫീസിന് തീയിട്ടിരുന്നു. പൊങ്കാല പുണ്യം. അനന്തപുരിയിൽ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ആറ്റുകാൽ ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല അടുപ്പുകൾ നിരന്നത്. പൊങ്കാലയർപ്പിച്ച് തിരിച്ചുപോകുന്ന തിരക്കിലാണ് ഭക്തർ. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. രാത്രി നടക്കുന്ന കുത്തിയോട്ടത്തോടെയാണ് ഉത്സവത്തിന്റെ സമാപനം. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും സിനിമാ സീരിയൽ താരങ്ങൾ പൊങ്കാലയിടാനെത്തി. ഗവർണറുടെ ഭാര്യ സരസ്വതിയും പൊങ്കാലയുടെ പുണ്യം നുകരാൻ ആറ്റുകാലിലെത്തി. പൊങ്കാല ദിവസത്തെ താരസാന്നിധ്യത്തിന് ഇക്കുറിയും മാറ്റമില്ല. പതിവ് പോലെ ചലച്ചിത്ര താരം ചിപ്പി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാലയർപ്പിച്ചു. കൃഷ്ണപ്രഭ, സീമാജി നായർ, TT ഉഷ തുടങ്ങിയ താരങ്ങളും ക്ഷേത്ര പരിസരത്താണ് പൊങ്കാലയിട്ടത്. നമുക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് നേരിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇടാത്ത വർഷം നമുക്ക് എന്തോ ഭയങ്കര ഒരു ഗിൽറ്റി ഫീലുമാണ്. ചിലപ്പോൾ നമ്മുടെ മൈൻഡിന്റെ ആയിരിക്കും ഒരു ഗിൽറ്റി ഫീലോട് കൂടി തന്നെ ബാക്കി എന്ത് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്താലും എന്തെങ്കിലും തടസ്സമുള്ളത് പോലെയൊക്കെ തോന്നും. പക്ഷേ പൊങ്കാല ഇടുന്ന ആ വർഷം, ആ ഒരു ഫുൾ വർഷം ദേവിയുടെ ഫുൾ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. നമുക്ക് വലിയൊരു അനുഗ്രഹമുള്ള ഒരു വർഷമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പൊങ്കാല അർപ്പിക്കാനുള്ള കാരണം നടി സീമാജി നായർ പങ്കുവച്ചത് ഇങ്ങനെ: അത് അമ്മയ്ക്ക് ക്യാൻസർ വന്ന് കിടന്ന സമയത്ത് എനിക്കൊന്ന് 24 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നേർന്നതാണ്.
ഇവിടെ വന്ന് പൊങ്കാല ഇടാമെന്ന്. അങ്ങനെ പിന്നെ ഒരുപാട് വർഷം അടുപ്പിച്ചടുപ്പിച്ചിട്ടു. ഗവർണർ പി സദാശിവത്തിന്റെ ഭാര്യ സരസ്വതിയും പതിവ് തെറ്റിച്ചില്ല. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാലയിട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാല ദിവസവും വേറിട്ട സമരത്തിനു വേദിയായി സെക്രട്ടേറിയറ്റ് നട. എംപാനൽ ജീവനക്കാരുടെ സങ്കട പൊങ്കാലയ്ക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പൊങ്കാലയ്ക്കുമാണ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത്. വിഴിഞ്ഞം പദ്ധതിക്കായുള്ള പ്രാർത്ഥനയും നടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലുകൾ പൊളിച്ചുമാറ്റിയെങ്കിലും സമരങ്ങൾ ഒഴിയാതെ സെക്രട്ടേറിയറ്റ് നട. സങ്കട പൊങ്കാലയുമായാണ് എംപാനൽ വനിതാ ജീവനക്കാർ എത്തിയത്. 39 അടുപ്പുകളിൽ അവർ പൊങ്കാലയർപ്പിച്ചു. പൊങ്കാലയോടുകൂടി ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അമ്മ സഹായിക്കും, അമ്മ കടാക്ഷിക്കും. ഇനി അമ്മയുള്ളൂ ഞങ്ങളെ കനിയാനെ കൊണ്ട്. സർക്കാരൊന്നും തീരുമാനം എടുത്തില്ലെങ്കിലും ഇനി അമ്മയുടെ മുന്നിലാണ് ഞങ്ങളുടെ സങ്കടം. അമ്മ ഞങ്ങളുടെ ഒരു ദയ കാണിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കൊലക്കത്തി രാഷ്ട്രീയം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ 11 അടുപ്പുകളിൽ പൊങ്കാലയിട്ടു. നാടിന്റെ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി, സമാധാനം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ആറ്റുകാൽ അമ്മയ്ക്ക് മുമ്പിൽ 11 കലത്തിൽ പൊങ്കാല ഇടുന്നതാണ്. കടാര രാഷ്ട്രീയം, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടാര രാഷ്ട്രീയം അവസാനിപ്പിക്കണം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാൻ ആക്ഷൻ കൗൺസിൽ ബാനറുമായി പ്രാർത്ഥനാ പ്രകടനം നടത്തി. പൊങ്കാലച്ചൂടിലും സമരവീര്യങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായില്ല. എംപാനൽ ജീവനക്കാരും യൂത്ത് കോൺഗ്രസും പൊങ്കാലയിട്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ വൻ തീപിടുത്തം. കൊച്ചിയിൽ വൻ തീപിടുത്തം. സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാരഗൺ ചെരുപ്പിന്റെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആദ്യഘട്ടത്തിൽ തീയണയ്ക്കാൻ അഗ്നിശമന സേന നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. നേവിയുടെയും BPCLന്റെയും യൂണിറ്റുകളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അക്വാഫിലിം ഫോമിംഗ് ഫോം എന്ന പ്രത്യേകതരം പദാർത്ഥം ഉപയോഗിച്ചതോടെ 2.5 മണിക്കൂറിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമായി. പെപ്സിക്കോ കമ്പനി പാലക്കാട് അടക്കം ഇന്ത്യയിലെ എല്ലാ യൂണിറ്റുകളിലെയും നിർമ്മാണവും വിതരണവും പൂർണ്ണമായും കൈമാറി. രവി ജയ്പൂരിയയുടെ ഉടമസ്ഥതയിലുള്ള വരുൺ ബിവറേജസ് ആയിരിക്കും ഇനി പെപ്സിയുടെ ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുക. രവി ജയ്പുരിയയുടെ ഉടമസ്ഥതയിലുള്ള വരുൺ ബിവറേജസ് 1850 കോടി രൂപയ്ക്കാണ് പെപ്സിക്കോയുടെ രാജ്യത്തെ അവകാശം സ്വന്തമാക്കിയത്. പാലക്കാടടക്കം മുഴുവൻ യൂണിറ്റുകളിലെയും ജീവനക്കാരെയും പെപ്സിക്കോ വരുൺ ബിവറേജസിന് കൈമാറിയതായി നോട്ടീസ് പുറപ്പെടുവിച്ചു. അപ്രതീക്ഷിത കൈമാറ്റത്തിന്റെ അമ്പരപ്പിലാണ് ജീവനക്കാർ. ഞങ്ങൾക്കിപ്പോൾ ഇനി ഒരു പെട്ടെന്ന് പെപ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി. ഇതിപ്പോൾ അവർ കൈമാറുമ്പോൾ ഞങ്ങളുടെ ജോലി ആശങ്ക, ചിലപ്പോൾ വരുൺ ബിവറേജ് അവരെടുത്ത് പിന്നിൽ ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലിക്ക് എന്താവും? ഞങ്ങളുടെ ജോലിക്കാർ ഉത്തരവാദിത്തം പറയും. കഴിഞ്ഞ 5 വർഷമായി കനത്ത നഷ്ടത്തിലായിരുന്നു പെപ്സിക്കോ. ശരാശരി 300 കോടി രൂപയായിരുന്നു പ്രതിവർഷ നഷ്ടം. 2015-ൽ 8130 കോടി രൂപ വിറ്റുവരവ് ഉണ്ടായിരുന്ന കമ്പനിക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത് 6540 കോടി രൂപ മാത്രമാണ്. പ്രാദേശിക എതിർപ്പുകളാണ് കമ്പനിയുടെ രാജ്യത്തെ വീഴ്ചയ്ക്ക് കാരണം. പെപ്സി, മൗണ്ടൻ ഡ്യൂ, 7up, മിറിൻഡ, ട്രോപ്പിക്കാന, അക്വാഫിന തുടങ്ങിയ ബ്രാൻഡുകളാണ് ഇനി വരുൺ ബിവറേജസ് ഏറ്റെടുക്കുക. നിലവിൽ പിസ്സ ഹട്ടിന്റെയും KFCയുടെയും കോസ്റ്റാ കോഫിയുടെയും ഫ്രാഞ്ചൈസി വരുൺ ബിവറേജസിനുണ്ട്. പെപ്സി വിരുദ്ധ സമരങ്ങൾ ഏറെ കണ്ട പാലക്കാട് നിന്നും കമ്പനി പൂർണ്ണമായും ഒഴിയുമ്പോൾ ജീവനക്കാരും തൃപ്തരല്ല. പുതിയ കമ്പനി അതേ രീതിയിൽ പ്രവർത്തനം തുടരും എന്നതിനാൽ കമ്പനിക്കെതിരെ സമരം ചെയ്തവരും ആശങ്കയിലാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. SNC ലാവ്ലിൻ ഹർജികൾ സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. പിണറായി വിജയൻ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീൽ ഉൾപ്പെടെ 4 ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. കേസിൽ കക്ഷി ചേരാൻ VM സുധീരൻ നൽകിയ അപേക്ഷയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസുമാരായ NV രമണ, ശാന്തന ഗൌഡർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ പാക് തടവുകാരൻ ജയിലിൽ കൊല്ലപ്പെട്ടു. ചാരപ്രവർത്തനത്തെ തുടർന്ന് ശിക്ഷ അനുഭവിക്കുകയായിരുന്ന ഷഖറുള്ളയാണ് കൊല്ലപ്പെട്ടത്. സഹതടവുകാരുമായി ഉണ്ടായ തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് ജയിൽ IG രൂപീന്ദർ സിംഗ് പറഞ്ഞു. 2011-ലാണ് ചാരപ്രവർത്തനത്തിൽ ഷഖറുള്ള പിടിയിലായത്. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ പിന്തുണച്ചും പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെയും സൌദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നടത്തിയ പ്രസ്താവനയിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ നിലപാട് വ്യക്തമാക്കിയത്. പുൽവാമ ഭീകരാക്രമണത്തെ നേരിട്ട് പരാമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന.
എറിക്സൺ കമ്പനിക്ക് തുക നൽകാത്തതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ അനിൽ അംബാനി കുറ്റക്കാരനെന്ന് സുപ്രീംകോടതി. എറിക്സൺ കമ്പനിക്ക് നൽകാനുള്ള 453 കോടി രൂപ 4 ആഴ്ചയ്ക്കകം നൽകണം. തുക നൽകിയില്ലെങ്കിൽ 3 മാസം തടവ് ശിക്ഷ വിധിക്കും. 2 ഡയറക്ടർമാരും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ 3 കമ്പനികൾക്ക് 1 കോടി രൂപ വീതം പിഴയും വിധിച്ചു. അയോധ്യ തർക്കഭൂമി കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഫെബ്രുവരി 26 പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, SA ബോബ്ഡെ, അശോക് ഭൂഷൺ, AK നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ജനുവരി 29 ഹർജി ആദ്യം പരിഗണിക്കാനിരുന്നത്. ജസ്റ്റിസ് SA ബോബ്ഡെ അവധിയായതിനെ തുടർന്ന് കേസ് മാറ്റിവെക്കുകയായിരുന്നു. കേസിൽ ദൈനംദിന വാദം കേൾക്കൽ വേണമോ അന്തിമവാദം എപ്പോൾ കേൾക്കണമെന്നീ കാര്യങ്ങളാണ് തീരുമാനിക്കുക. മഹാരാഷ്ട്ര സർക്കാരിനെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ നടത്താനിരുന്ന 2ാം ലോങ് മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചു. നാസിക്കിൽ നിന്ന് മുംബൈ വരെ 1 ലക്ഷത്തോളം കർഷകരെ അണിനിരത്തിയാണ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നത്. മാർച്ചിന് അനുമതി നിഷേധിച്ചതോടെ മൈതാനത്തിന് ചുറ്റും പോലീസിനെ വിന്യസിച്ചു. വിലക്ക് ലംഘിച്ച് മാർച്ച് നടത്തിയാൽ കർഷകരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാസിക്കിലേക്ക് വരുന്ന കർഷകരെയും പോലീസ് തടയുന്നുണ്ട്. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക, വരൾച്ച ദുരിതാശ്വാസ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോങ് മാർച്ച്. സ്വർണ്ണവില പവന് 4 ലക്ഷം കടന്നു. പവന് 25,160 രൂപയാണ് ഇന്നത്തെ വില. ഇന്ന് മാത്രം പവന് 240 രൂപ കൂടി. 24,920 രൂപയായിരുന്നു ഇന്നലത്തെ വില. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മോശമായതിനാൽ നിക്ഷേപകർ ഓഹരിയിൽ നിന്ന് സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് വിലവർധനയുടെ പ്രധാന കാരണം. ഡോളർ വിനിമയത്തിൽ രൂപയുടെ മൂല്യമിടിഞ്ഞതും തിരിച്ചടിയായി. പരസ്യരംഗത്തെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ലോക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കം. 3 ദിവസം നീളുന്ന ഉച്ചകോടി അമിതാഭ് ബച്ചൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ രവിശങ്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 25 രാജ്യങ്ങളിൽ നിന്നായി 40 പ്രഗത്ഭരാണ് ഉച്ചകോടിയിൽ പ്രഭാഷണം നടത്തുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2000-ഓളം പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് IAA ഉച്ചകോടി നടക്കുന്നത് എന്ന പ്രത്യേകതയും ഈ സമ്മേളനത്തിനുണ്ട്. It would benefit everyone. And if I may risk saying so, cooperation among brands, when moderated by a code of ethics, does not harm the credibility of any participating brand. Apart from manufactured goods, brands are also customary across all other economic activities.